എൻ്റെ പേര് ഐശ്വര്യ, സ്ഥലം ഇലഞ്ഞിയാണ്. ആദ്യം തന്നെ ഞാൻ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. എനിക്ക് ഒരനുഗ്രഹമാണ് അമ്മ തന്നത്, പക്ഷെ അത് എന്നെ സംബന്ധിച്ച് ഒരു 100,000 അനുഗ്രഹങ്ങൾക്ക് തുല്യമാണ്. ഒരുപാട് തടസ്സങ്ങളിലൂടെ നേരിട്ട എൻ്റെ ഒരു ജോലിയുടെ ആവശ്യം, ആ തടസ്സങ്ങളൊക്കെ തരണം ചെയ്ത് എനിക്ക് ആ ജോലിയിൽ പ്രവേശിക്കാനായിട്ട് ഈ കഴിഞ്ഞ നവംബർ 11 അമ്മ അവസരം ഉണ്ടാക്കി തന്നു. കാരണം ഞാൻ PSCയുടെ ഒരു റാങ്ക് ലിസ്റ്റിൽ എറണാകുളം ജില്ലയിൽ ഹൈസ്കൂൾ അസിസ്റ്റൻ്റ് ടീച്ചറിൻ്റെ ഒരു റാങ്ക് ലിസ്റ്റിൽ 3ാം റാങ്കുകാരിയായിരുന്നു. കോവിഡിൻ്റെ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് 2 വർഷക്കാലത്തോളം ആ ലിസ്റ്റിൽ നിന്ന് നിയമനങ്ങളൊന്നും നടന്നില്ല. 2022 സെപ്റ്റംബർ 23 ആ ലിസ്റ്റിൻ്റെ കാലാവധി അവസാനിക്കുകയും ചെയ്യും. പിന്നെ നിയമന നടപടികളുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴാണ് ഒരു സത്യം മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എറണാകുളം ജില്ലയിൽ ശരിക്കും പറഞ്ഞാൽ 4 സ്കൂളുകളാണ് നിലവിലുള്ളത്. ആ 4 സ്കൂളുകളിൽ ഒരു സ്കൂളിൽ PHന് വേണ്ടിയിട്ടാണ് ആ ഒഴിവ് മാറ്റിവെച്ചിരിക്കുന്നത്. അതായത് ലിസ്റ്റിൽ ആദ്യമേ വരുന്നത് ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആൾക്ക് മാറ്റിവെക്കും. ഇനി അങ്ങനെ ഒരാൾ ആ ലിസ്റ്റിൽ നിലവിലില്ല എങ്കിൽ ആ ലിസ്റ്റിലെ ആ ഒഴിവ് ഒഴിച്ചിടും. പിന്നെ നിലവിലുള്ളത് 3 സ്കൂളുകളായിരുന്നു. അപ്പോൾ 3 സ്കൂളുകളിലെ നിയമന നടപടികൾ വേഗത്തിലാക്കാൻ വേണ്ടി ആവുന്നത്ര വേണ്ടി ഞങ്ങൾ പ്രയത്നിച്ചു. അങ്ങനെ പ്രയത്നിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അറിഞ്ഞത് ഈ 3 സ്കൂളുകളിലെയും വേക്കൻസി ഉണ്ടെങ്കിലും പോസ്റ്റ് അപ്രൂവൽ അല്ല. അപ്പോൾ പോസ്റ്റ് അപ്രൂവൽ ആവണമെങ്കിൽ അതിന് മന്ത്രിസഭയുടെ അംഗീകാരം കിട്ടണമെന്നറിഞ്ഞു. അങ്ങനെ മന്ത്രിസഭയുടെ അംഗീകാരം ആ കോവിഡ് സമയത്ത് നേടിയെടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളതായിരുന്നു. കാരണം പുതിയ പോസ്റ്റുകളൊന്നും അനുവദിക്കുന്നില്ല. സാമ്പത്തികമായിട്ട് ഗവൺമെൻറ് വളരെയധികം ആ ഒരു സമയത്ത് ആ അവസ്ഥ പരിഗണിച്ച് കൊടുക്കുന്നില്ല എന്നാണ് അറിഞ്ഞത്. അതിനുവേണ്ടി ഒരുപാട് പ്രയത്നിച്ചു. അവസാനം അമ്മ എനിക്ക് വേണ്ടി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് അമ്മയാണ്. അമ്മയുടെ ആദ്യ നിയോഗമായിട്ട് വെച്ചത് എൻ്റെ ജോലിയുടെ ആവശ്യമായിരുന്നു. അപ്പോൾ അമ്മ വന്ന് 20-ാം തീയതിയാണ്, മെയ് 20-ാം തീയതിയാണ് അമ്മ ഉടമ്പടി എടുക്കുന്നത്. അപ്പോൾ മെയ് 31 ആ പോസ്റ്റ് മന്ത്രിസഭ അംഗീകരിച്ചു. കാരണം 26 ടെക്നിക്കൽ സ്കൂളുകളിലെയും പോസ്റ്റ് അംഗീകരിച്ച് മന്ത്രിസഭ അംഗീകരിച്ചു. അങ്ങനെ ആയപ്പോൾ എനിക്ക് ആശ്വാസമായി. കാരണം 3ാം റാങ്ക് ആണല്ലോ, എനിക്ക് കിട്ടും. 3 സ്കൂളിൽ ഒരു സ്കൂളിൽ എനിക്ക് ഉറപ്പാണ് നിയമനം എന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷേ അപ്പോഴാണ് മറ്റൊരു വലിയൊരു പ്രതിസന്ധി ഞങ്ങളുടെ മുമ്പിലെത്തിയത്. കാരണം ഈ 3 സ്കൂളുള്ളതിൽ PSCയുടെ റൊട്ടേഷൻ പ്രകാരം ആദ്യത്തെ 2 ഓപ്പൺ കാറ്റഗറിയിൽ പോകും. പിന്നെ ഒരെണ്ണം നിയമാനുസൃതമായിട്ട് ഈഴവ അല്ലെങ്കിൽ ബിയ തീയയ്ക്കാണ് പോകുന്നതെന്നറിഞ്ഞു. അപ്പോഴും എനിക്ക് അവിടെ അവസരം ഇല്ല എന്നറിഞ്ഞു. പിന്നെ ഉള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ആദ്യ 2 റാങ്കുകാരിൽ ആരെങ്കിലും ഡിലീഷൻ എഴുതി കൊടുത്താൽ, ജോലി വേണ്ട എന്ന് എഴുതി കൊടുത്താൽ 3ാം റാങ്കുകാരിയായി എനിക്ക് ജോലി കിട്ടും. അപ്പോൾ അന്വേഷിച്ചപ്പോൾ ആദ്യ 2 റാങ്കുകളിൽ 2ാം റാങ്കുകാരിയായ കുട്ടി ഒരു സ്കൂളിൽ ജോലി ചെയ്യുന്നു. ഓൾറെഡി ഒരു ഹൈസ്കൂൾ ടീച്ചറാണെന്ന് അറിഞ്ഞു. ആ കുട്ടിയുടെ അഡ്രസ്സൊക്കെ തപ്പി പിടിച്ച് ഞങ്ങളവിടെ അയാളെ കാണാൻ ചെന്നു. പക്ഷേ ചെന്നപ്പോൾ അയാൾ ആദ്യം നിരാശയാണ്, ഫലം എഴുതി തരില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ പറഞ്ഞു ഞങ്ങൾക്ക് എൻ്റെ പോസ്റ്റും അപ്രൂവൽ അല്ല. ആ കുട്ടി ഇപ്പോൾ ഒരു എയ്ഡഡ് സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്. പോസ്റ്റ് അപ്രൂവൽ അല്ല, എൻ്റെ പോസ്റ്റ് അപ്രൂവൽ ആവുകയാണെങ്കിൽ ഞാൻ ഇയാൾക്ക് എഴുതി തരാമെന്ന് പിന്നെ പല പ്രാവശ്യം ഞാൻ അയാളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോൾ എന്നോട് അയാൾ പറഞ്ഞു. അതിനുശേഷം ഒരു സെപ്റ്റംബർ 23 വരെയാണ് ലിസ്റ്റിൻ്റെ കാലാവധി. അയാൾക്ക് പോസ്റ്റ് അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ഓഗസ്റ്റ് 20 അയാളുടെ പോസ്റ്റ് അപ്രൂവലായി. അപ്പോൾ അയാളെ വിളിച്ചു കഴിഞ്ഞപ്പോഴും വലിയ പൂർണ്ണമായ സമ്മതമൊന്നും പറയുന്നില്ല, ഒന്നും വിട്ട് പറയുന്നില്ല. അവസാന നിമിഷം, അതായത് 23 വരെയാണ് ലിസ്റ്റിൻ്റെ കാലാവധി. 20 അയാൾ വന്ന് എഴുതി കൊടുത്തു എന്ന് ഞാൻ അറിഞ്ഞു. അങ്ങനെ ആ പോസ്റ്റ് NJD ആയി മാറുന്നു. PSCക്ക് റിപ്പോർട്ട് ചെയ്യുന്നു. 22 തന്നെ PSCയിൽ അതെത്തുന്നു. അങ്ങനെ അടുത്ത കാൻഡിഡേറ്റായി എന്നെ വിളിക്കുന്നു. അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നു, എൻ്റെ പൂർണ്ണമായ വിശ്വാസം മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. കാരണം ഈ 3 വർഷത്തോളം എന്നെ ഇട്ട് വേദനിപ്പിച്ച, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു നിർണായക ഘട്ടമെന്ന് പറയുന്ന ഈ ഒരു ജോലി എന്ന് പറയുന്ന ആവശ്യം നിറവേറ്റി തന്നത് മാതാവിൻ്റെ അനുഗ്രഹം മാത്രമാണ്. അല്ലെങ്കിൽ ആ കുട്ടിക്ക് ഇത്രയും കാലമായി പോസ്റ്റ് അപ്രൂവൽ ആവാതിരുന്നത് പോസ്റ്റ് അപ്രൂവൽ ആവുന്നു. എൻ്റെ മുന്നിലുള്ള നിയമ തടസ്സങ്ങളെല്ലാം എനിക്ക് മാറിക്കിട്ടുന്നു. അതുപോലെ തന്നെ അടുത്ത അവസരം എന്നെ കാത്തിരിക്കുന്നു. അതൊക്കെ എന്നെ സംബന്ധിച്ച് എനിക്കൊരു പുത്തൻ അനുഭവമായിരുന്നു. അപ്പോൾ ഞാൻ തീരുമാനിക്കുന്നു, എനിക്ക് എന്നാണോ ഞാൻ സ്കൂളിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും അടുത്ത നിമിഷം വന്ന് മാതാവിൻ്റെ അടുക്കൽ വന്ന് ഞാൻ ഉടമ്പടി എടുക്കും. എൻ്റെ ആദ്യ സാലറി അതെൻ്റെ മാതാവിന് മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ തീരുമാനിച്ച കാര്യമാണ്. അത് ഞാൻ 20-ാം തീയതി നവംബർ 20-ാം തീയതി ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു.
അപ്പോൾ തന്നെ എനിക്ക് കഴിഞ്ഞ ദിവസമാണ് സാലറി അപ്രൂവൽ ആയത്. ഞാൻ അത് കൊണ്ടുവന്ന് എൻ്റെ മാതാവിന് മാത്രം അവകാശപ്പെട്ട പണമാണ്. അത് ഞാൻ സമർപ്പിക്കുമെന്ന് ഞാൻ എൻ്റെ മനസ്സിൽ തീരുമാനിച്ചു. അത് ചെയ്യാൻ എനിക്ക് അമ്മ അവസരം ഒരുക്കി തന്നു. അപ്പോൾ ജോലി ആവശ്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഏവരുടെയും മുന്നിലുള്ള ആവശ്യമാണെങ്കിൽ കൈവിടാതെ പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും അതിന് മാതാവ് ഒരു ഫലം ഉണ്ടാക്കി തരും. അതെൻ്റെ ജീവിതം തന്നെ എനിക്ക് കാണിച്ചു തന്നതാണ്. അത് ഞാനിപ്പോൾ പൂർണ്ണമായിട്ട് അതിൽ വിശ്വസിക്കുന്നു. മറ്റൊന്നും വിശ്വാസം എനിക്കിപ്പോൾ ഇല്ലാത്ത രീതിയിലാണ് ഞാനത് പറയുന്നത്. കാരണം എൻ്റെ ജീവിതം എനിക്ക് കാണിച്ചു തന്ന പാഠം അതാണ്. അമ്മയ്ക്ക് 1000 നന്ദി വീണ്ടും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം വെളിപ്പെടുത്തുന്നു. മനുഷ്യൻ്റെ വഴികൾ അസ്തമിക്കുകയും അവന് മുന്നിൽ വഴികളില്ലാതാവുകയും ചെയ്യുമ്പോൾ തെളിയുന്ന വഴിയാണ് ഉടമ്പടിയുടേത്. ഐശ്വര്യ എന്ന മകൾ ഇവിടെ തൻ്റെ അമ്മ ഉടമ്പടിയെടുത്ത് ആ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങനെ തൻ്റെ ജീവിതത്തിലെ നിർണായകമായ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നുപോയത്. 3 വർഷമായി ഒരു ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുകയാണ്. അപ്പോൾ ഇത്രയും നാൾ ഐശ്വര്യ ജോലി ചെയ്തിട്ടുണ്ടോ? ഞാൻ 10 വർഷമായിട്ട് പല പ്രൈവറ്റ് സ്കൂളുകളിൽ ജോലി ചെയ്യുകയായിരുന്നു. അതിനുശേഷം 1 വർഷമായിട്ട് ആ ജോലി വേണ്ടാന്ന് വിചാരിച്ചു. കാരണം നമുക്കതിൽ നിന്ന് പ്രത്യേകിച്ച് വരുമാനം എന്ന് പറയുന്ന ഒന്നും കിട്ടുന്നില്ല. നമ്മുടെ കഷ്ടപ്പാട് മാത്രമാണ് മിച്ചം. അതിനുശേഷം PSC കോച്ചിങ്ങിന് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്തായിരുന്നു ടെസ്റ്റും കാര്യങ്ങളും ഒക്കെ ഇതിൻ്റെ നടന്നതും. അങ്ങനെ 10 വർഷമായിട്ട് ഐശ്വര്യയുടെ ഒരു സ്വപ്നമായിരുന്നു ഇങ്ങനെ കുറേ സ്കൂളുകൾ ഇങ്ങനെ മാറി മാറി ഇങ്ങനെ ഒരു ജോലിക്ക് വേണ്ടി നടക്കുന്നു. എന്നാൽ അതൊന്നും കാര്യമായ ഒരു ഇമ്പ്രൂവ്മെൻറ്റിലേക്ക് വരുന്നില്ല. അപ്പോൾ ഒരു ഗവൺമെൻറ് ജോലി ലഭിക്കുക, അതിന് വേണ്ടിയിട്ട് ആ മകൾ പിന്നീട് ട്രൈ ചെയ്യുകയാണ്. അങ്ങനെ 3ാം റാങ്കുകാരിയായിട്ട് വന്നു PSCയിൽ. അപ്പോൾ മെറിറ്റുണ്ട്. അപ്പോൾ ഇനി എനിക്ക് എന്തായാലും ജോലി ലഭിക്കും, അങ്ങനെയുള്ള ഒരു ചിന്തയിലാണ് ഐശ്വര്യ ഇരിക്കുക. എന്നാൽ ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അവിടെയാണ് ഉടമ്പടി വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ ഈ മകൾ റാങ്കുകാരിയായിട്ട് നിൽക്കുമ്പോൾ വീണ്ടും കുറേ തടസ്സങ്ങളാണ് ഉണ്ടാവുക. അതായത് 1ഉം 2ഉം റാങ്കുകാരുണ്ട്. അപ്പോൾ അവരുടെ നിയമന നടപടികൾ നടന്നിട്ടേ 3ാം റാങ്കുകാരിക്ക് നിയമനമുണ്ടാകൂ. അതുമാത്രമല്ല, ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് പോസ്റ്റിൻ്റെ ആദ്യത്തെ പ്രയോറിറ്റി തന്നെ അതാണ്. അപ്പോൾ ഇങ്ങനെ ഒത്തിരിയേറെ തടസ്സങ്ങളുണ്ട്. വീണ്ടും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ കോവിഡിൻ്റെ സമയമാണ്. അപ്പോൾ മന്ത്രിസഭ എടുക്കുന്ന